ഹായ് മക്കൾ, അങ്ങനെ ജെയ് ഫേസ് 1 അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് എഴുതി എന്ന് പറഞ്ഞ മക്കളുണ്ട്. അതേപോലെ തന്നെ വിചാരിച്ചത്ര ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല സാർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ സാറ് നല്ല പെർസെൻറ്റേജ് ഒന്നും കിട്ടില്ല, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ജെയ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ആൾക്കാർക്കൊക്കെ ഏറ്റവും വലിയ സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ദിവസം എന്താണ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യണോ, മെയിൻസിന് പ്രിപ്പയർ ചെയ്യണോ തുടങ്ങിയ എല്ലാ ഡൗട്ടുകളുണ്ട് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ എല്ലാ ആൾക്കാരെയും കവർ ചെയ്തുകൊണ്ട് എന്തായിരിക്കണം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു തരാൻ പോവാണ് മക്കളെ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ വെറുതെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഫാൾസ് ഹോപ്പ് തരാനോ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങൾ അത് പറ്റുവിടാന്ന് പറയുന്ന പരിപാടിക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട്, അതായത് നിങ്ങളുടെ സ്ഥാനത്ത് ഈ ജെയ് ഫേസ് 1 ഞാനാണ് എഴുതിയതെങ്കിൽ എൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് എന്തായിരിക്കും എൻ്റെ അടുത്ത സ്ട്രാറ്റജി എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും സാറ് നെഗ് അടിച്ചു, നെഗറ്റീവ് അടുപ്പിച്ചു എന്നൊന്നും പറയരുത്. എന്താണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങളിത് കേൾക്കുക, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ പോകുന്നതിന് ഒരു പ്രശ്നമില്ല. ഈ വീഡിയോയിൽ മാത്രമല്ല, ഞാൻ ചെയ്യുന്നതെന്നല്ല, ആര് ചെയ്യുന്ന ഏത് വീഡിയോ ആണെങ്കിലും അതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. ദിസ് മേക്ക് സെൻസ് എന്നാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളെ. ഓക്കെ റൈറ്റ്, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഒത്തിരി കുട്ടികൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ജെഇയുടെ പെർസെൻറ്റേജ് ഇപ്പോൾ എത്രയാണെന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ജെഇയുടെ അനാലിസിസ് ഒക്കെ ഈ ചാനൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കെമിസ്ട്രീൻ്റെ ഒക്കെ സെപ്പറേറ്റ് അനാലിസിസും കട്ട് ഓഫും എത്രയായിരിക്കും എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഏകദേശം ഇപ്പം നിങ്ങളുടെ ഒരു നില നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ +or -1 or 2% വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ ഒരു 97% മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ, അഡ്വാൻസിന് വേണ്ടി പഠിക്കുക എന്നുള്ളത്. അത് സാറ് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കറിയാമെന്ന് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 97% നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്താണ്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്തത് കേരളത്തിലെ കുട്ടികളോട് ആണെന്ന് വേണേൽ പറയാം. കാരണം NITയിലെ സീറ്റിന് വേണ്ടിയിട്ടില്ല. NITയിൽ എന്തായാലും 50% സീറ്റ് മലയാളികൾക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 97 NITയിൽ കയറുവാൻ ചാൻസ് കൂടുതലാണെന്ന് പറയാൻ കാര്യം. പക്ഷേ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റ് വൈസ് ഉള്ള ഒരു കൺസിഡറേഷനും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെന്താണ്, കോട്ടയിലൊക്കെ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും മുതൽ പഠിച്ച മക്കളോടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് IITകളിലെ ഒരു സീറ്റിന് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറം ഇപ്പം ഈ നിമിഷം മുതൽ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിങ്ങൾക്ക് അത് ഉണ്ടാവണം. അതായത് സീരിയസ് ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിച്ചു തുടങ്ങണം. ചില കുട്ടികളൊക്കെ ഉണ്ടാവും അത്യാവശ്യം നന്നായിട്ട് എഴുതി, ഇനി റിസൾട്ട് വന്നിട്ട് ഫെബ്രുവരി 12 ശേഷം തുടങ്ങാം. അങ്ങനെയൊന്നും ആലോചിക്കരുത്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം കോട്ടയിൽ ഏതെങ്കിലും കോണിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ചില കുട്ടികൾ പഠിക്കുന്നുണ്ടാവും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി പഠിക്കാൻ നോക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. നിങ്ങൾ ഇനി മെയിൻസിനെ കുറിച്ച് നോക്കുകയോ വേണ്ട. ഫേസ് 2 മെയിൻസ് എന്താവുന്നൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷവും ഫേസ് 1 നമ്മൾ ഇക്രമൊക്കെ എന്താ ഫേസ് 1 99ൻ്റെ അടുത്ത് പെർസെൻറ്റേജ് വാങ്ങിയപ്പം അവൻ പിന്നെ അഡ്വാൻസേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നെക്സ്റ്റ് സമയം ഓൾമോസ്റ്റ് സിമിലർ പെർസെൻറ്റേജ് തന്നെ അവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫേസ് 2നെ കുറിച്ച് ആലോചിക്കേണ്ട, അഡ്വാൻസ്ഡ് ആലോചിക്കുക. IITയിൽ കയറുന്ന സ്വപ്നം കാണാം ഫസ്റ്റ് ഇത്. ഇനി രണ്ടാമത്തെന്ന് പറയുമ്പം സാർ കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ട്, പക്ഷേ 97+ ഒന്നും കിട്ടാൻ ചാൻസിൽ ഒരു 94 95 ഉണ്ടാവും എന്ന് പറയുന്ന ആൾക്കാരോട് എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. പക്ഷേ എന്ത് ചെയ്യണം, മെയിൻസിൻ്റെ PYQകൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി എന്ത് ചെയ്യുക, ഒരു 2+ hours അല്ലെ 2 hour എങ്കിലും മെയിൻസ് PYQകൾ എന്ത് ചെയ്യുക, മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അഡ്വാൻസിന് വേണ്ടി കൺസെപ്റ്റ് ലെവലിൽ പഠിച്ച് അഡ്വാൻസ് ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരേ സമയം മെയിൻസും അഡ്വാൻസും സെറ്റാക്കാനുണ്ട്. അഡ്വാൻസ് മെയിൻസ് കഴിഞ്ഞാൽ ഒരു മാസം കൂടെ എന്തുണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയ മക്കളാണ്. അപ്പം ഈ മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ്, നിങ്ങൾ ഏത് കോച്ചിങ് സെൻറ്റർ പഠിക്കാൻ അവിടുത്തെ ബുക്കോ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മെയിൻസിൻ്റെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കുക. ബാക്കി മുഴുവൻ സമയം അഡ്വാൻസ് തന്നെ നോക്കാം. ഓക്കെ, കാരണം മെയിൻസിൽ അത്ര മാർക്കില്ലാതെ അഡ്വാൻസ് ക്ലിയർ ചെയ്ത പോയ കുട്ടികളുണ്ട്. എസ്പെഷ്യലി പെൺകുട്ടികൾക്കൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ഗേൾസിനുള്ളൊരു സ്പെഷ്യൽ റിസർവേഷൻ അതൊക്കെ ഉണ്ട് കേട്ടോ IITകളിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ കയറിപ്പോയിട്ടുണ്ട്. സോ നോട്ട് ചെയ്യാം. ഓക്കെ റൈറ്റ്, അതാണ് 94+ ഉള്ളത്. നിങ്ങൾ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 hours മെയിൻസിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുക. PYQകളൊക്കെ ചെയ്ത് മടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഓക്കെ റൈറ്റ്. ഇനി അടുത്തൊരു കൂട്ടരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. സാറേ 95 ഒന്നും എത്തൂല, 85% മുകളിൽ ഉണ്ടാവും എന്ന് പറയുന്ന ആൾക്കാരോട്
എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അഡ്വാൻസിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മെയിൻസിന് നിങ്ങൾ നന്നായി പഠിച്ചാൽ നമുക്ക് എന്തുണ്ട്, ഫെബ്രുവരി മാർച്ച് 2 മാസം കൂടെ ഉണ്ട്. ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് നിങ്ങൾ ഇത് വരാൻ പോകുന്നത്. 2 മാസം ഒന്നും കൂടെ നിങ്ങൾ മെയിൻസിന് നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ 8, 10, 12 മണിക്കൂർ മെയിൻസിന് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 85 എന്ത് ചെയ്യാൻ പറ്റും, 97+ എത്തിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ, ഇവിടെയൊക്കെ കുറേ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചില കുട്ടികൾക്ക് എന്തായിരിക്കും സുഖമില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ എത്തിയിട്ടുണ്ട്. 97 പ്രതീക്ഷ കിട്ടിയായിരിക്കും. നിങ്ങൾ അഡ്വാൻസ് പഠിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഈ പെർസെൻറ്റേജിലേക്ക് എത്തിയതാണെങ്കിൽ ഇനി അടുത്ത 2 മാസം, കാരണം ഇതിൻ്റെ ഒരു പാർട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴും കരുതുന്ന ഒരു കാര്യം, സാറേ ഞാൻ കുറേ കാലം പഠിച്ചിട്ട് എനിക്ക് 85 എത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി 2 മാസം കൊണ്ട് എങ്ങനെ 97 എത്തുക എന്നൊക്കെ പറയുന്നുള്ളത് ഞാൻ മറ്റേ പ്രോഗ്രസിൻ്റെ കർവ് തന്നെയാണ് ഞാൻ പറയുക. നിങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും ഇത്രയും സമയം കൊണ്ട്. ഇനി പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കയറാൻ പറ്റും. ഒരു സമയം പോലും, ഒരു നിമിഷം പോലും പാഴാക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ജെഇ മെയിൻസിന് നോക്കുക. ഇനി ചില കുട്ടികൾക്ക് എന്തുണ്ടാവും, സാർ കീം നോക്കിയാൽ പോരെ എന്നൊക്കെയുള്ള, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഏപ്രിൽ ഫസ്റ്റിൽ നിങ്ങളുടെ ജെഇ ഫേസ് 2 കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 10-25 ദിവസം കൂടെ കീമിനുണ്ട്. അപ്പം ജെഇ മെയിൻസിന് നിങ്ങൾ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കീമിൻ്റെ സ്കോർ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റിസ്ക് എടുത്തുകൊണ്ടുള്ള ഈ പരിപാടി തന്നെയാണ് ഞാനാണെങ്കിൽ നിങ്ങളെ സ്ഥാനത്ത് ചെയ്യുക. ഇനി അടുത്ത കുറച്ച് കുട്ടികളുണ്ട്, അവരെന്തായിരിക്കും, സാറേ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല, എനിക്കെന്തായിരുന്നു അവിടുന്ന് എക്സാം സീരീസ് തന്നെ മര്യാദയ്ക്ക് സ്കോറും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മെയിൻസിനും അധികമൊന്നും വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതൊരു ഇമോഷൻ്റെ പുറത്തെടുക്കേണ്ട ഡിസിഷൻ അല്ല കേട്ടോ. അതായത് റിപ്പീറ്റ് ചെയ്യാൻ വിട്ടതാണ്, NIT എങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ പാരൻസ് എന്ത് വിചാരിക്കും, പിന്നെ അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് പറയും, നാട്ടിലേതെങ്കിലും കോളേജ് പഠിക്കുകയാണെങ്കിൽ അതൊരു ഇമോഷണൽ പാർട്ടാണെന്നുള്ള വളരെ സത്യസന്ധമാണ്. പക്ഷേ ഇത്രയും കാലം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ജെഇ മെയിൻസിൻ്റെ സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ ഇനിയുള്ള 2 മാസം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് CETയിലോ TKMലോ കിട്ടേണ്ട ഒരു അഡ്മിഷൻ ചിലപ്പോൾ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലോ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഇവിടെ വീണ്ടും പറയാണ്, നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. അതായത് CETയിൽ എത്തിയിട്ട് അവിടുന്ന് നന്നായി പഠിച്ചാൽ നല്ലൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഒരു 2-3 വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്താൽ എന്താണ് NITക്കാരും IITക്കാരൊക്കെ എത്തുന്നത്, അതേ കമ്പനി ആപ്പിളിലും ഗൂഗിളിലേക്കൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അങ്ങനെ ഒരു കരിയർ ചോയ്സ് നിങ്ങളെ മുന്നിലുണ്ട്. ആൻഡ് ഇവിടെ ഉള്ളത് ആ ഒരു ലോജിക്കൽ ഡിസിഷനാണ്. അതായത് നിങ്ങളിപ്പം ഫെബ്രുവരി മുതൽ കീമിന് വേണ്ടി പ്രിപ്പയർ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസം കീമിന് വേണ്ടി പ്രിപ്പയർ, നല്ല പുഷ്പം പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ജെഇ മെയിൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ മുന്നിലുള്ള ഇവരൊക്കെ മിക്കവാറും എന്താണ്, അത് ആദ്യത്തെ 2000 റാങ്കുകളിലൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഓപ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നുകിൽ NIT IIT ജെഇ വഴി കയറിപ്പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുക, പിന്നെ കീം, കുസാറ്റ് തുടങ്ങിയ എക്സാമുകളിൽ നിങ്ങൾ നന്നായി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്താൻ പറ്റും. ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ലൈഫ് ഇവിടെ എൻ്റെ ഒന്നാവുന്ന കേസസ് അല്ല. CETയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, NITയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഗൂഗിൾ വരും, എന്നിട്ട് എന്താ പറയുക, പ്ലേസ്മെൻറ്റ് നടത്തും, ആരും എടുക്കാതെ പോവുക, ഇവർ പോരാന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത വർഷമാണ് ആദ്യമായിട്ട് ഗൂഗിൾ NITയിൽ നിന്ന് എടുത്തത്. അത് ഇതേപോലത്തെ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് പിന്നെ എന്താ പറയുക, NITയിൽ MTech ചെയ്യാൻ വന്നൊരു ഒരു പയ്യനായിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കരിയറൊക്കെ എന്താക്കാൻ പറ്റും. ആൻഡ് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, എൻട്രൻസ് കിട്ടാത്തതോടുകൂടി ഒന്നും അവസാനിക്കുന്നൊന്നുമില്ല. ലൈഫിൽ ഏതൊക്കെ സമയത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്, ഉറപ്പായിട്ടും അവിടെയൊക്കെ നിങ്ങളെ ഗ്രാഫ്, ഞാൻ തന്നെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞ കഥയാണ്, ഗ്രാഫ് മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. സോ ആലോചിച്ചെടുക്കുക. അതായത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇത്രേ ആലോചിക്കേണ്ടുള്ളൂ. ഫേസ് 2 എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കീമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇനി ഏകദേശം കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, ഫേസ് 2 എനിക്ക് കിട്ടുമെന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, ഒന്നും നോക്കണ്ട, ആര് പറയുന്നത് കേൾക്കണ്ട, മെയിൻസിന് വേണ്ടി തന്നെ പഠിക്കുക. 2 ആണെങ്കിലും നിങ്ങളുടെ നല്ല ഡിസിഷനായിരിക്കും, നല്ല സ്ഥലത്ത് നിങ്ങൾ എത്തുകയും ചെയ്യും. ഇതൊന്നിൻ്റെ അവസാനമല്ല, എല്ലാത്തിൻ്റെയും തുടക്കമാണെന്നും മാത്രമല്ല, ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളിനി എങ്ങനെ ഓരോന്നിനും പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞുതരാൻ വേണ്ടി ഷിനാസ് സാറും നിഷാദ് സാറും ഞാനും കൂടെ ഒരു വെബിനാർ വെക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി 4-ാം തീയതിയാണ്. എക്സ്ക്ലൂസീവ് വെബിനാറാണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അപ്പം ശരി, ബൈ.